നമസ്കാരം. ഇക്കുറി തീർത്ഥാടനത്തിൽ വേണ്ടത്ര മുന്നൊരുക്കമുണ്ടായില്ലെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മുന്നൊരുക്കങ്ങളുടെ അഭാവം പ്രതിഫലിക്കുന്നുണ്ട്. ജീവനക്കാർ പലരും ജോലിക്ക് വന്നിട്ടില്ല. വരാത്തവരോട് വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകളെ നിയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പമ്പ നദി മലിനമാണ്. കുറെ മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പമ്പ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നറിയില്ല. ദേവസ്വം മരാമത്തിന്റെ നിർമ്മാണാവശിഷ്ടങ്ങൾ പമ്പയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ജീവനക്കാരുടെ മെസ്സിന്റെ കാര്യത്തിൽ പരാതികളുണ്ട്. മെസ്സ് നടത്തിപ്പിൽ കരാർ ലംഘനം നടത്തിയതിന് കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് കെ ജയകുമാർ പറഞ്ഞു. നട തുറന്നതിന് ശേഷം മെസ്സിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു. ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകാത്തത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കി. പല ജീവനക്കാരും അന്നദാന മണ്ഡപത്തിൽ പോയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. വേകാത്ത ഇഡലിയും ഉച്ചയ്ക്ക് എണ്ണത്തിൽ കുറച്ചു കറികളും പേരിന് നൽകി പോകാനാണ് കരാറുകാരൻ ശ്രമിക്കുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇക്കാര്യം ബോർഡ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ട ജീവനക്കാർ അറിയിക്കുകയും ചെയ്തു. സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ നിന്ന് പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണം 5000 കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണം പാളിയതിനെ തുടർന്നാണ് റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ തീർത്ഥാടനത്തിന് വേഗത്തിൽ 18ാം പടി കയറ്റിയ പോലീസ് സംഘത്തെ ഇത്തവണ പടി ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പോലീസ് ചീഫ് കോർഡിനേറ്റർ ശ്രീജിത്തിന് സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശം നൽകി. ശബരിമല മണ്ഡലകാലത്തേക്ക് വേണ്ട ഒരു മുന്നൊരുക്കവും സംസ്ഥാന സർക്കാർ നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ശബരിമലയെ സർക്കാർ കുഴപ്പത്തിലാക്കി. സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പമ്പയിൽ ചെന്ന് ഏകോപനം നടത്തിയിരുന്നു. ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തില്ല. കുടിവെള്ളവുമില്ല, ടോയ്ലറ്റിലും വെള്ളമില്ല. പമ്പ മുഴുവൻ മലിനമായെന്നും അദ്ദേഹം പറഞ്ഞു. UDF സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് സതീശൻ പറഞ്ഞു. അതേസമയം ഇന്നലെയും ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഇത്രയും തിക്കും തിരക്കും എങ്ങനെ സംഭവിച്ചു എന്നാണ് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുന്നൊരുക്കങ്ങളുടെ അഭാവം നല്ല രീതിയിൽ തന്നെ പ്രതിഫലിച്ചിരുന്നു. വലിയ തിക്കും തിരക്കും തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ജീവനക്കാർ പലരും ജോലിക്ക് വരാത്തതുകൊണ്ട് തന്നെ അവരോട് വിശദീകരണം ചോദിച്ചും ഇത്തരത്തിൽ ബാക്കി ആളുകളെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയും ജയകുമാറും ഇന്നലെ വൈകുന്നേരത്തോടെ രംഗത്ത് വന്നു. പമ്പാ നദി മലിനമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. കുറെ മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പമ്പ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്.